നമ്മൾ ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് വരികയാണ്. കർത്താവേ, ഇന്നത്തെ ദിവസം അന്നു വേണ്ട ആഹാരം പോലെ ഈ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്ന ഞങ്ങളുടെ മക്കളെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ആശീർവദിക്കുന്നു. നിൻ്റെ ജോലി, നിൻ്റെ സാമ്പത്തികമായ തകർച്ചകൾ, നിന്റെ വരുമാന മാർഗങ്ങളിലുണ്ടാകുന്ന പിഴവുകൾ, തടസ്സങ്ങൾ യേശുക്രിസ്തു നാമം നീങ്ങിപ്പോട്ടെന്ന് കൽപ്പിക്കുന്നു. കർത്താവെ, ഓരോ ഉദ്യമത്തിനായി ഓരോ സംരംഭം ചെയ്യുന്നവരുണ്ട്, ഓരോ ഉദ്യമത്തിനായി പോകുന്നവരുണ്ട്. അവിടെ യാത്രകളെ കർത്താവ് ശുഭമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കർത്താവ് പരീക്ഷ പെൺകുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. യോഗ്യതാ പരീക്ഷകൾ, മത്സര പരീക്ഷകൾ, അതുപോലെ തന്നെ ഉള്ള ഓരോ തരത്തിലുള്ള ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, അതെല്ലാം ചെയ്യുന്നവരെ ഈശോനാമത്തിൽ ഇന്നത്തെ ദിവസം ആശീർവദിക്കുന്നു. കർത്താവ്, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ എന്തിൻ്റെയും ആകാം, പരീക്ഷയുടേതാകാം, തങ്ങൾ ചെയ്ത അധ്വാനത്തിൻ്റെതാകാം, തങ്ങൾ വെച്ച അപേക്ഷയുടേതാകാം, ഫലങ്ങൾ പ്രതീക്ഷിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവ്, കർഷകരെ ഞാൻ ആശീർവദിക്കുന്നു. കർഷകരും ജലം കൊണ്ട് ഗുണമുള്ളവരുണ്ട്, ജലം കൊണ്ട് ദോഷമുള്ളവരുണ്ട്. ഒഴുക്കും മഴയും കൊണ്ട് ഗുണമുള്ളവരുണ്ട്, ദോഷമുള്ളവരുണ്ട്. അതെന്തു തന്നെയായാലും ദോഷങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഓരോരോ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നവരുണ്ട്. അതനുസരിച്ചിട്ട് അതിൻ്റെ ഗുണവും ദോഷവും അറിഞ്ഞിട്ട് വേണം അടുത്ത് ചെയ്യാൻ. ഗുണമായാലും ദോഷവും അറിഞ്ഞാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവരുടെ ചിന്തകൾക്ക് കൃത്യമായ മറുപടി കിട്ടിക്കൊണ്ട് അവർക്ക് ഗുണമെങ്കിൽ പ്രൊസീഡ് ചെയ്യാനും ദോഷമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനും അവരെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോരോ തൊഴിൽപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയും ഏജൻസിക്ക് വേണ്ടിയൊക്കെ ഓരോ കെട്ടിടങ്ങളുണ്ടാകാനും കെട്ടിടങ്ങൾ വാടക കിട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്കത് കിട്ടാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഓരോരോ 5 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ 3 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിത് ചെയ്യാമായിരുന്നു, തുടങ്ങാൻ കഴിയൂ, ആരെങ്കിലും പാട്ടത്തിനെങ്കിലും തന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് പാവപ്പെട്ടവർ നടക്കുന്നുണ്ട്. ഈശോയെ, അവരുടെ സംഭവങ്ങൾ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, പാട്ടം നടത്തിയിട്ടും തോറ്റുപോയവരുണ്ട്, കൃഷി ചെയ്ത് തോറ്റുപോയവരുണ്ട്, നഷ്ടം വന്നു പോയവരുണ്ട്. ഈശോയെ, അവർക്ക് ഒഴിയാനും പറ്റുന്നില്ല, പാട്ടം കൊടുക്കാനും പറ്റുന്നില്ല. അവരാകപ്പാട്ട് നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാതെ തലപ്പെരുപ്പത്തോടുകൂടി വേദന കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. അവരെ എൻ്റെ ഈ 39 കൊല്ലത്തെ കൃപാനയുടെ ശക്തിയാൽ ഞാൻ അവരെ ആശീർവദിക്കുന്നു. അവരിന്ന് വിടുവിക്കണം കർത്താവെ. ഇന്ന് സന്ധ്യക്കുള്ളിൽ അവരുടെ വിഷയത്തിൽ തീരുമാനമുണ്ടായി അവരെ സമാധാനത്തിൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടന്ന് സന്തോഷത്തോടെ ഉറങ്ങാൻ ഇടയാക്കണം. ഈശോയെ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഗർഭിണികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആരെല്ലാമാണോ ഗർഭസ്ഥമായ വയറിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് അവരെല്ലാം ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഗർഭസ്ഥമായ കുഞ്ഞിനെ അനക്കമില്ലാത്തതിൻ്റെ പേരിൽ ആദ്യ പിടിക്കുന്ന അമ്മയെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ആശുപത്രിയിലൊക്കെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന രോഗികളും ഓപ്പറേഷൻ കാത്തിരിക്കുന്നവരും ഓപ്പറേഷൻ നടക്കാൻ പോകുന്നവരും ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ കർത്താവ് വേണ്ടെന്ന് ഡോക്ടർ പറയാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ എന്തെല്ലാം വിഷയങ്ങൾക്ക് നീ ഏതെല്ലാം വ്യക്തികളെ ഓർത്തുകൊണ്ട് എന്തെല്ലാം വിഷയങ്ങൾക്ക് നീ ഇന്ന് ആദ്യം പിടിക്കുന്നുവോ, സങ്കടപ്പെടുന്നുവോ, ആരെങ്കിലും സഹായിക്കാൻ ഉണ്ടായിരുന്നെന്ന് വിചാരിച്ചുവോ, അവർക്കെല്ലാം മാതാവ് നിന്നെ സഹായിക്കും, കർത്താവ് നിന്നെ സഹായിക്കും, നിൻ്റെ കൂടെ വരികയും ഇന്നത്തെ ഈ പ്രാർത്ഥനയുടെ ശക്തി സാക്ഷ്യം പറയാൻ നിന്നെ സഹായിക്കും. നിത്യം പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവം നിന്നെ ആശീർവദിക്കട്ടെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും
ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈ ധൂർത്തപുത്രൻ്റെ കഥ ഈ നോൻപ് കാലത്ത് നമ്മൾ വായിക്കുമല്ല. അപ്പോഴതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പം ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ അപ്പൻ എന്തെങ്കിലും കൊടുക്കണേ? അപ്പം കൊടുക്കണത് ഒന്ന് ചെരുപ്പ് കൊടുക്കും, പിന്നെന്താണ് മോതിരം, പിന്നെന്താണ് വസ്ത്രം. 3 കാര്യം കൊടുക്കും. അപ്പോൾ ഈ കമൻട്രി പുസ്തകങ്ങളിലൊക്കെ എഴുതിയിരിക്കണതെന്ന് വെച്ചാൽ അത് സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ അവൻ മകനായിരുന്നു, അടിമകൾക്കാണ് ചെരുപ്പില്ലാത്തത്, മോതിരമില്ലാത്തത്. മകനും അതൊക്കെ ഉണ്ട്. അതുകൊണ്ട് മകൻ്റെ സ്റ്റാറ്റസിലേക്ക് അയാളെ തിരിച്ച് വിളിച്ചു എന്നാണ് പശ്ചാത്താപത്തിൻ്റെ അകത്ത് കമൻട്രീസൊക്കെ പറയണത്. പക്ഷേ എനിക്ക് ഇതിനകത്ത് ഒരുപാടത്തും ഇല്ലാത്ത സംഭവം ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈശോ പറഞ്ഞു. കാരണം ഈശോ പറഞ്ഞ് അവർ കൊടുത്തിരിക്കുന്നത് വസ്ത്രമല്ല, മേൽത്തരം വസ്ത്രമാണെന്ന് പറഞ്ഞു. മേൽത്തരം വസ്ത്രം. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ അപ്പോൾ ഞാൻ ഉടനെ പറഞ്ഞ് മേൽത്തരം വസ്ത്രം എന്ന് പറയുന്നത് ആത്മാവിന് ലഭിക്കുന്ന കൃപയാണെന്ന് പറഞ്ഞു. അത് കാര്യം ഈശോ കൈകാര്യം ചെയ്യുന്ന ആരാണ്ട് ഒരുത്തൻ അപ്പനോട് ഇടിവെച്ചിട്ട് വസ്തു മേടിച്ചിട്ട് പോയ കാര്യമല്ല ഈശോ പറയണതേ. ദൈവരാജ്യത്തിലേക്കുള്ള അനുദപിക്കുന്ന പാവിയെ ഓർത്ത് സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുന്നില്ലേ? സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുന്ന എന്താണ്? അനുദപിക്കുന്ന പാപിക്ക് കിട്ടിക്കുന്ന ഹെവൻലി സ്റ്റാറ്റസാണ്. അതെന്താ? കൃപയാണ്. അവർ നഷ്ടപ്പെട്ട കൃപ അവന് തിരിച്ചു കിട്ടിക്കുന്ന കാര്യമാണ് ഈശോ പറയണത്. അപ്പോൾ ഞാൻ അവരോട് ആൾക്കാരോട് പറഞ്ഞ് ഈ മേൽത്തര വസ്ത്രം എന്ന് പറയണത് ആത്മാവ് ലഭിക്കുന്ന കൃപയാണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നോക്കിയ മേൽത്തര വസ്ത്രം എന്ന് വായിച്ചു നോക്കിയത്. ലൂക്കാ 15:22. പിതാവാകട്ടെ തന്റെ ദാസരോട് പറഞ്ഞു ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. വസ്ത്രം കൊണ്ടുവന്ന് ധരിപ്പിക്കാൻ പറഞ്ഞാൽ മതിയേ. അത്രയും വലിയ ആഡംബരം കാണിക്കേണ്ട കാര്യമില്ല. പക്ഷെ ആഡംബരത്തോടെയാണ് ഈ അപ്പൻ സ്വീകരിക്കുന്നത്. നിന്റെ പശ്ചാത്താപം ദൈവരാജ്യക്ക് നിന്നെ പരമപിതാവ് സ്വീകരിക്കുന്ന ആഡംബരത്തോടെയാണ്. എന്താ കാര്യം? യു ഗോട്ട് റിട്ടൈൻ ദ ഹെവൻലി സ്റ്റാറ്റസ്. നഷ്ടപ്പെട്ട കൃപയാണ് തിരിച്ചു കിട്ടുന്നത്. ഈ നഷ്ടപ്പെട്ട കൃപ ആത്മാവിന് യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിച്ചെന്ന് പറയല്ലേ. അതാണ് ആ നഷ്ടപ്പെട്ട കൃപ തിരിച്ചു കിട്ടണതുകൊണ്ടാണ്. പശ്ചാത്താപത്തിൽ നമുക്ക് പാപക്ഷമം മാത്രമല്ല, ഈ കുമ്പസാരത്തെ ഉന്നതമായ ഒരു കൂദാശയാക്കി ഔദ്യോഗികമായ ഒഫീഷ്യലൈസ് ചെയ്യാൻ കാര്യം എന്താണ്? അതിനകത്ത് നഷ്ടപ്പെട്ട പാപക്ഷമം മാത്രം നമുക്ക് ലഭിക്കണത്, മേൽത്തരം കൃപയും ലഭിക്കുന്നുണ്ട്. അതറിയണമെങ്കിൽ യാക്കോബ് 4:5 വായിച്ചേ. നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അപ്പൊ യാക്കോബിന് കിട്ടിയ ഇതിന്റെ ബേസ്മെന്റ് വചനങ്ങൾ പലയിടത്തും പറയുന്നുണ്ട്. പക്ഷെ ഇതുപോലെ പറയുന്നില്ല ഒരിക്കലും ബൈബിള്. പക്ഷെ ഇത് പറയുന്നത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തോടും പാപ പരിഹാരത്തോടും ചേർത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് അപ്പോഴാണ് ഈ ആത്മാവ് സബ്ലിമേറ്റ് ആകണത്. അതിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ ക്രിസ്തു എനിക്ക് പകരക്കാരെ മരിച്ചു, ക്രിസ്തുവിൻ്റെ പരിഹാരത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ക്രിസ്തു നേടിയെടുത്ത കൃപ നമുക്ക് അവകാശമാകണത്. ആ കൃപയെ അവകാശമാക്കിയ ആത്മാവ് ആണ് മേൽത്തരം ആത്മാവ്. അതാണ് ദൈവം അസൂയയോടെ അഭിലഷിക്കണത്.
അതിൻ്റെ താഴെയുള്ള വചനം വായിച്ചാൽ മനസ്സിലായി കൃപയാണ് ഉദ്ദേശിക്കണമെന്ന്. മേൽത്തര വസ്ത്രങ്ങൾക്ക് യാക്കോബ് 4:6 അവിടുന്ന് കൃപാവരം ചൊരിയുന്നു. അവിടുന്ന് കൃപാവരം ചൊരിയുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. അതായത് എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയെന്ന് പശ്ചാത്തപിക്കുന്ന എളിമയുള്ളവരാണ്. ഞാൻ പാപിയൊന്നുമില്ല, ഞാൻ ഒരു പാപം ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞില്ല. അഹങ്കാരികളാണ്. അതാണ് കൃപ. അഹങ്കാരികൾക്കുള്ള കുഴപ്പം എന്ന് പറഞ്ഞാൽ കൃപ ലഭിക്കത്തില്ല. കാര്യം എന്താ? കൃപ എളിമപ്പെട്ടവൻ ക്രൂശിക്കപ്പെട്ടിട്ട് അവൻ്റെ പാപത്തിന് പരിഹാരം ചെയ്ത് അപ്പൻ്റെ മനസ്സിനെ തണുപ്പിച്ച സുഖത്തിന് നീതിബോധത്തിൽ നിന്ന് വരുന്ന ആണ് ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത്. ഈ കൃപാവസ്ത്രം കൊണ്ടാണ് ഈ ധൂർത്തപുത്രനെ അപ്പൻ പഴയ സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരുന്നത്. കൃപാവസ്ത്രമാണ്. അതുകൊണ്ടാണ് വെള്ള വസ്ത്രം ധരിച്ചെന്നൊക്കെ പറയത്തില്ലേ, ബൈബിൾ പറയത്തില്ലേ. വെളിപാട് 6:11 വായിച്ചേ. അവർക്ക് ഓരോരുത്തർക്കും ധവള വസ്ത്രം നൽകപ്പെട്ടു. വെള്ള വസ്ത്രം നൽകപ്പെട്ടു. അപ്പോൾ നൽകപ്പെടുന്ന ഒരു പ്രക്രിയ ഉണ്ട്. മനുഷ്യന് ദൈവിക ജീവൻ നഷ്ടപ്പെടുന്നതിന് കൃപയാണല്ലോ നഷ്ടപ്പെട്ടത്. ആ പഴയ ഹെവൻലി സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടാണ് സ്വർഗത്തിന് സന്തോഷം ഉണ്ടാകുന്നത്. ധൂർത്തപുത്രൻ്റെ കഥ അവസാനിക്കുന്നത് എങ്ങനെയാണ്? അതുപോലെ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിന് സന്തോഷമുണ്ട്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ലൂക്കാ 15:7. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോഴേ ഈ പെർസ്പെക്റ്റീവിലാണ് ധൂർത്തപുത്രൻ്റെ കഥ ഈശോ തുടങ്ങുന്നത്. അപ്പോൾ സ്വർഗത്തിലെ സന്തോഷം അവതരിപ്പിക്കുന്നതിനാണ് മേൽത്തരം കൃപയെന്ന് പറയുന്നത്. മേൽത്തരം വസ്ത്രം എന്ന് പറയുന്നത്. ഈ മേൽത്തരം വസ്ത്രം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ട കൃപയാണ്. അപ്പോൾ പശ്ചാത്താപം നമുക്ക് നൽകണത്, പശ്ചാത്താപത്തിൻ്റെ പൂർണ്ണ മനസ്താപം എന്ന് പറയത്തില്ലേ, പൂർണ്ണ മനസ്താപമുണ്ട്, ഭാഗിക മനസ്താപമുണ്ട്. നമ്മൾ ഈ നോൻപ് കാലത്തൊക്കെ ചെയ്യണത് ഭാഗിക മനസ്താപമാണ്, പൂർണ്ണ മനസ്താപമല്ല. കൃപ കിട്ടാനുള്ള സാധ്യത കുറവാണ്. എന്താ കാര്യം? പൂർണ്ണ മനസ്താപം എന്ന് പറയുമ്പോൾ മേലിൽ പാപം ചെയ്യരുത്തില്ല, ആ സാധനം ആവർത്തിക്കത്തില്ല. അതുകൊണ്ടാണ് ഈശോ പറയണത് മേലിൽ പാപം ചെയ്യരുത്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 5:14. പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. അപ്പൊ പൂർണ്ണ മനസ്താപത്തിനകത്ത് വരുന്നതാണ് മേലിൽ ആ പാപം ആവർത്തിക്കാതിരിക്കാനുള്ള തീരുമാനം. കാര്യം എപ്പോഴും മനസ്താപം തീരുമാനമാണല്ലോ. സഖ്യവൂസ് ഇറങ്ങി വന്നിട്ട് തീരുമാനിക്കുകയല്ലേ, ധൂർത്തപുത്രനും മടങ്ങി വന്നിട്ട് തീരുമാനിക്കുകയല്ലേ. ഡിസിഷൻ എന്ന് പറയുന്നത് പൂർണ്ണ മനസ്താപത്തിൻ്റെ ഭാഗമാണ്. അപ്പം പരമാവധി അതായത് പറ്റുന്നത്രയും പാപങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമം ഉണ്ടാകണം. അങ്ങനെ ശ്രമിക്കുന്ന ആത്മാവിനെയാണ് ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നത്. നൗ യു ഗോട്ട് ദ പോയിന്റ്. നോൻപുകാലത്ത് കർത്താവിൻ്റെ കൃപയെ വളരാൻ ഇത് നിങ്ങളെ സഹായിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് നിങ്ങൾക്ക് ചിലപ്പോഴും ഈ പറയുന്നത് എനിക്ക് തോന്നണതാണ്. ഇപ്പം 100 പേര് ഇത് കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നത്. 98 പേർക്കും മനസ്സിലാകും ഇത് പ്രാക്ടിക്കലല്ലെന്ന്. അതാണ് എൻ്റെ ഒരു സന്തോഷം. കാരണം ഇത് പ്രാക്ടിക്കലല്ല. ദാറ്റ് മീൻസ് 98 പേര് നിത്യതയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് ചത്തി പിരിഞ്ഞു പോകാം, ഇഷ്ടമുള്ള കാണിക്കാം, ഇവിടെ ഒരു പ്രശ്നമില്ല. കർത്തൻ ക്രിസ്തുവിൻ്റെ വില, നിത്യതയുടെ വിലയെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. അത് നിങ്ങൾ ഇങ്ങനെ ചുമ്മാ യേശുവെ സ്വസ്ത്രം യേശുവെ സൂത്രം എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങളുടെ നിക്ഷേപം. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ലൂക്കാ 12:34. നിന്റെ നിക്ഷേപം എവിടെയോ പറഞ്ഞേ,
നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും അപ്പൊ അർത്ഥം എന്താണ്? നിങ്ങളുടെ നിക്ഷേപം എവിടെ ആയിരിക്കണമെന്നാണ് ഈശോ ഉദ്ദേശിക്കുന്നത്? ആ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കാൻ പറ്റുന്നുണ്ട്. അതെങ്ങനെ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കണത്? എന്ത് തീരുമാനിച്ചാലും എന്ത് ചെയ്താലും അതിനകത്തൊരു കണ്ടന്റ് സ്വർഗത്തിൻ്റെതായിരിക്കണം. സ്വർഗത്തെ മുൻനിർത്തിക്കൊണ്ട്, എന്നുവെച്ചാൽ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണത്? നിത്യതയെ മുൻനിർത്തിക്കൊണ്ടാണ്. ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നതും പേഷ്യൻ്റ് കാണിക്കണതും എന്താ കാര്യം? ഈ നിത്യത എന്നുള്ള കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ്. കാര്യം അമ്മയെ ഞാൻ നേരെ കണ്ടതല്ലേ, ഞാനിത് പറഞ്ഞില്ലെങ്കിൽ പറയാതെ അങ്ങോട്ട് ചെന്നിട്ട് കാര്യമില്ലേ? അതാണ് പ്രശ്നം. നിങ്ങൾ ആരും വിശ്വസിച്ചില്ലെങ്കിലും എല്ലാവരും ഇറങ്ങിപ്പോയാലും എനിക്കിത് പറയേണ്ടി വരും. കാര്യം എന്താണ്? നിത്യതയെന്ന് പറഞ്ഞ സംഭവം അമ്മയെ ഞാൻ നേരെ തന്നെ കണ്ണേ കണ്ടതാണ്. അപ്പം അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞിട്ട് ആൾക്കാരെ മുഴുവൻ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട്. എല്ലാവരും വന്നിരിക്കണം ഐൽ ടെസ്റ്റ് പാസ്സാകാനും വസ്തു വിൽക്കാനും കല്യാണം നടത്താനും കുഞ്ഞുങ്ങൾ ജയിക്കാനും ഒക്കെ എല്ലാവർക്കും ദൈവം അതെല്ലാം കൊടുക്കുന്നുണ്ട്. അത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. പക്ഷേ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തു പ്രത്യാശ അർപ്പിച്ചെങ്കിൽ. 1 കൊരിന്തോസ് 15:19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രം പറഞ്ഞേ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. അതാ പ്രശ്നം. എന്തൊരു ക്ലിയർ ആണ് ആ വേർഡ്. 1 കൊരിന്തോസ് 15:19 എന്താ പറയണത്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ്. പറഞ്ഞേ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളതെങ്കിൽ മറ്റെല്ലാ മനുഷ്യരെക്കാളും നിങ്ങൾ ഹതഭാഗ്യരാണ്. സംഭവം. അപ്പൊ യേശുക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിക്കുന്നത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, ഈ ജീവിതത്തിന് വേണ്ടിയാണെന്നല്ല, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെച്ചാൽ ഈ ജീവിതത്തിനുള്ളതും കർത്താവ് ക്രമീകരിക്കും, വരാൻ പോകുന്ന ജീവിതത്തിനുള്ളതും കർത്താവ് ക്രമീകരിക്കും. കാരണം എന്താണ്? ക്രിസ്തു എല്ലാമാണ്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ് 3:11. ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആത്മനാഥനേ യേശുവേ. ആരാധന ആരാധന സ്നേഹരാജൻ യേശുവേ. കൊളോസ്സസ് 3:11 ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ഏറ്റു പറഞ്ഞേ, ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. നിങ്ങളിതൊക്കെ പഠിച്ചിരിക്കുകയാണ് ഇപ്പോഴേ. രസവാ. അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ താഴെ വിശ്വാസം ഇല്ലാത്തവരെ കൊണ്ടുവന്ന് കുറേ കമൻറ്റുകൾ ഇടും. ആൾക്കാരെന്താ ചെയ്യണത്? ആൾക്കാർ ഉടനെ തന്നെ ഉടമ്പടിയുടെ വചനങ്ങൾ, അവർക്കറിയാവുന്ന വചനങ്ങൾ കോട്ട് ചെയ്തിട്ട് അതിനെ റീഫ്യൂട്ട് ചെയ്ത് കളയും. കാര്യം ഇപ്പം ജനങ്ങൾക്ക് വചനങ്ങൾ അറിയാം, ജനങ്ങൾക്ക് ആത്മീയ ജീവിതം അറിയാം. പിന്നെ ഞാൻ എന്താ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ക്രിസ്തുവിന് എപ്പോഴും ഒരു മനസ്സുണ്ടേ. എന്നുവെച്ചാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കണം. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആത്മനാഥനേ യേശുവേ. ആരാധന ആരാധന സ്നേഹരാജൻ യേശുവേ. പരമദിവ്യകാരുണ്യത്തിന്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാൻ 14:3. യോഹന്നാൻ 14:3. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ പറഞ്ഞേ, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. അപ്പൊ എന്നല്ലെങ്കിൽ നാളെ കർത്താവിൽ യാത്രയാകുന്നവനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ആരാണെന്ന് ഉറപ്പാണല്ല. ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ടാണ് മരണത്തെ ഭയമില്ലാത്തത്. കർത്താവ് കൂട്ടിക്കൊണ്ടുപോകാൻ ചാരത്ത് നിൽക്കുന്നത് കൊണ്ട്, ആ ബോധമുള്ളത് കൊണ്ടാണ് മരണത്തെ ഭയക്കാത്തത്. അതായത് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. കാരണം എന്താണ്? ഞാനിരിക്കുന്നിടത്ത്, ഏറ്റു പറഞ്ഞു, ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കണം. ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞേ, എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ തോമസ് പറഞ്ഞു, കർത്താവേ, അങ്ങ് എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിയത്തില്ല. പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? അപ്പോൾ ഈശോ പറഞ്ഞു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ഞാൻ വഴിയല്ലാതെ ആരും പിതാവിന്റെ ഭവനത്തിൽ എത്തുന്നില്ല. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ എന്റെ മക്കളെ, കണ്ടന്റ് ഓഫ് ഹെവൻ, സ്വർഗത്തിന്റെ ഒരു കണം. നമ്മൾ ദൈവക്കണമെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയത്തില്ലേ? അതുപോലൊരു ദൈവക്കണം, ഒരു ഡിവൈൻ മോളിക്യൂൾ നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ചെയ്തികളുടെയും സംസാരങ്ങളുടെയും ഉള്ളിൽ ഒരു ദൈവക്കണം ഉണ്ടാകും. ദൈവക്കണം ഉണ്ടാകണം എന്നുവെച്ചാൽ അത് സ്വർഗത്തിൻ്റെ കണമായിരിക്കണം. സ്വർഗത്തിൻ്റെ കണിക എന്താണത്? എന്നെയും നിന്നെയും നിത്യതയോട് അടുപ്പിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ നിറവേറ്റമായിരിക്കണം നമ്മുടെ ജീവിതം. കൈയടിച്ച് കർത്താവിനോട് ഞങ്ങൾ വാക്കാലും പ്രവൃത്തിയാലും ആരാധനയിലൂടെ ഞങ്ങളെ പ്രത്യേകം അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും ഒരുമിച്ച് പാടുക സ്വരത്തില്. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതൊരു നിക്ഷേപമാണ്. നിന്റെ ജീവിതത്തിലെ സംസാരങ്ങളിലെ ചെയ്തികളിലെ തീരുമാനങ്ങളിലെ വചനത്തിൻ്റെ നിത്യതയുടെ ഒരു കണമുണ്ടെങ്കിൽ അതൊരു നിക്ഷേപമാണ്, സ്വർഗത്തിലുള്ള നിക്ഷേപമാണ്. പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ നാമത്തിലെ ഞാൻ ജീവിക്കുമ്പോഴേ
ഞാൻ ജീവിക്കുമ്പോൾ എന്റെ വർത്തമാനങ്ങള്, ചെയ്തികള്, സംസാരങ്ങള് ഈശോയെ അവിടെ എല്ലാം സ്വർഗത്തിന്റെ കണമുണ്ടാകുക, ദൈവക്കണമുണ്ടാകുക, എന്നെ നിത്യതയോട് അടുപ്പിക്കുവാൻ എന്നെ പ്രത്യേകമായി അങ്ങ് താങ്ങി ഒരുക്കണമേ, എന്നെ സംരക്ഷിക്കണമേ. ഞങ്ങളെല്ലാ പ്രവൃത്തികളും ദൈവ മഹത്വത്തിനായി ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല ജീവിതത്തിൽ. നിങ്ങൾ നീതിമാനാകാം, നീതിമതിയാകാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലാത്തൊരു പങ്കുവെക്കുന്ന ശീലമുള്ള ആളാകാം, ഒരാളുടെ കൈ ഒഴുകി അല്ലെങ്കിൽ അവരെ സഹായിക്കാനുള്ള മനസ്സുള്ളവളാകാം. പക്ഷെ നിനക്ക് സംഭവിക്കുന്നതെല്ലാം അവർക്ക് സംഭവിക്കുന്നതിനേക്കാളും മോശമായിട്ട് ജീവിതം ഉണ്ടാകും. അപ്പോൾ നീ വിശ്വാസത്തിന് തള്ളി മാറ്റപ്പെടും. വിശ്വാസം നിനക്ക് ഒറ്റക്ക് സംരക്ഷിക്കാൻ പറ്റത്തില്ല. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അതായത് നമ്മൾ നല്ല വ്യക്തിയാകാം, സഹായിക്കുന്നയാളാകാം, മറ്റുള്ളവർക്ക് ഇല്ലായ്മയിൽ കണ്ട് കൈകറിഞ്ഞ് സഹായിക്കുന്നവരാകാം, നല്ല സ്വഭാവമുള്ളവരാകാം. പക്ഷെ നീ എത്ര നല്ല വ്യക്തിയായാലും നിനക്കറിയാവില്ലേ, സ്വർഗത്തിൻ്റെ ഒരു സൂക്കേട് ക്രിസ്തുവിന് പോലും ഒഴിവ് കഴിവില്ലാഞ്ഞ സൂക്കേടാണ്. എന്ന് വെച്ചാൽ നിനക്കുടനെ അടുത്ത പാഠം തരും. ഇപ്പം ചില സ്പോർട്സ് പഠിപ്പിക്കുന്ന അധ്യാപകർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലേ, അവരെല്ലാം നമ്മളെ സ്പോർട്സൊക്കെ പഠിപ്പിക്കണം സാർമാർ. ഇപ്പം നമ്മൾ ഹൈ ജമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ നമ്മളൊരു 10-12 കുട്ടികളുണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ 48 പോയിൻ്റ് നമ്മൾ ചാടി. അപ്പോൾ 48-ൽ 6 പേര് ചാടി. അപ്പോൾ 6 പേര് പുറത്തായി. 6 പേര് 48-ൽ ചാടി, 48 പോയിൻ്റ് ചാടി മുകളിൽ. പിന്നെ വീണ്ടും പിന്നെ നമുക്ക് ഒരു അവസരം തരികയാണ്. നമ്മൾ വീണ്ടും ചാടുമ്പോഴുണ്ട് 52-ലെത്തി. 52-ലെത്തിയപ്പോൾ നമ്മുടെ കൂടെ നിന്ന് 5 പേരും പോയി. അപ്പോൾ നമ്മൾ ജയിച്ചല്ല. പക്ഷേ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാർ പറയും ജയിച്ചിട്ടില്ലെന്ന് പറയും. ജില്ലയിലെ റെക്കോർഡ് ഇതല്ല എന്ന് പറയും, 56 പറയും. അപ്പോൾ നീ സന്ധ്യ വരെ ഒന്ന് ചാടാൻ പറയും. എപ്പോഴാണ് നീ 56-ൽ എത്തണത് അതുവരെ എഡ്യൂക്കേഷൻ സാർ നമ്മുടെ കൂടെ നിൽക്കും. നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാകത്തുള്ളൂ. ഈ ഒറ്റയ്ക്ക് എത്തണ സ്ഥലങ്ങളില്ലേ മക്കളെ, അതാണ് ഫൈനൽ എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് എത്തണ സ്ഥലങ്ങൾ, അവിടെ നീ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മളെ പൊട്ട മൊണ്ണെ എന്തൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ അന്നേ പറഞ്ഞല്ലേടാ നീ ചെയ്തിട്ട്. അപ്പം നീ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തി ഓരോ കാൻഡിഡേറ്റുകൾ പോയി അവസാനം നമ്മൾ ഒറ്റക്കാകും. സ്വന്തം ഭാര്യയും പറയും ഇഡിയറ്റെന്ന് പറയും, ജോബിനെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് വൈഫ്. അപ്പോൾ ഓരോരുത്തർ പറയും, മക്കളും പറയും പപ്പക്ക് ബോധമില്ല, പപ്പ ഈ ലോകത്തല്ല ജീവിക്കണത്, പപ്പ ഈ കാലത്തല്ല ജീവിക്കണത്. അതെ, നമ്മൾ ഈ കാലത്തല്ല ജീവിക്കണത്, കാലാതീതമായ കർത്താവിൻ്റെ കൂടെയാണ്. കൈ ഇടിച്ച് കർത്താവ് പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹമോർക്കുന്നെല്ലാരും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹമോർക്കുന്നെല്ലാരും. നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും ലോകമാ
സ്തുതി പാടിടും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹ